നമസ്കാരം, പ്ലസിലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള അസ്വസ്ഥതകൾ കൂടുതൽ മുറുകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതിന് വഴി തുറന്നത് ബംഗ്ലാദേശി പോലീസും. അതായത് ബംഗ്ലാദേശിലെ യുവ രാഷ്ട്രീയ പ്രവർത്തകനായ ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ കൊലപാതകത്തിൽ മുഖ്യപ്രതികളെന്ന് സംശയിക്കുന്ന 2 പേർ ഇന്ത്യയിലേക്ക് കടന്നുവെന്നാണ് ധാക്ക മെട്രോപൊളിറ്റൻ പോലീസ് ആരോപിക്കുന്നത്. വ്യക്തമായ തെളിവുകളൊന്നും തന്നെ ലഭിക്കാതെ ഇന്ത്യക്ക് മേൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർത്തുകയാണ് ബംഗ്ലാദേശ്. കൊലപാതകത്തിന് ശേഷം മേഘാലയ അതിർത്തിയിലൂടെയാണ് അവർ ഇന്ത്യയിലേക്ക് കടന്നതെന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. ബംഗ്ലാദേശി മാധ്യമമായിട്ടുള്ള ഡെയിലി സ്റ്റാർ ആണ് ഈ റിപ്പോർട്ട് പങ്കുവച്ചതായി ദേശീയ മാധ്യമങ്ങൾ പറയുന്നത്. എന്തായിരുന്നാലും ഇന്ത്യയുമായി ഈ വിഷയത്തെ കണക്ട് ചെയ്യാൻ ഏറെ ബുദ്ധിമുട്ടുന്നു ഇപ്പോഴത്തെ ബംഗ്ലാദേശി ഇടക്കാല സർക്കാർ. അതിന് തന്നെയാണ് നിലവിൽ വലിയ വിവാദങ്ങളും വലിയ പ്രക്ഷോഭങ്ങളും ഇന്ത്യയിൽ അടക്കമുണ്ടാക്കാൻ ഇത് ഉപകരിക്കുമെന്ന് ചിലർ തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഹാദിയെ കൊലപ്പെടുത്തിയതായി സംശയിക്കുന്ന ഫൈസൽ കരീം മസൂദ്, ആലംഗീർ ഷെയ്ഖ് എന്നിവർ പ്രാദേശിക സഹായത്തോടെ അതിർത്തി കടന്ന് ഇന്ത്യയിലേക്ക് എത്തിയെന്നാണ് അഡീഷണൽ കമ്മീഷണറായിട്ടുള്ള നസ്രുൽ ഇസ്ലാം വാർത്താസമ്മേളനത്തിലൂടെ ആരോപിക്കുന്നത്. അതിർത്തി കടന്ന ഇവരെ പുർത്തി എന്നു പേരുള്ള ഒരാൾ സ്വീകരിച്ചുവെന്നും പറയുന്നു. പിന്നാലെ സമി എന്നു പേരുള്ള ടാക്സി ഡ്രൈവർ ഇവരെ മേഘാലയയിലെ ടുറാസ് സിറ്റിയിലേക്ക് എത്തിച്ചെന്നും അദ്ദേഹം ആരോപിക്കുന്നു. പോലീസിനെയും അലംഗീറിനെയും സഹായിച്ചവരെ ഇന്ത്യൻ അധികൃതർ കസ്റ്റഡിയിലെടുത്തുവെന്ന് അനൌദ്യോഗിക വിവരം കിട്ടിയെന്നും ഇക്കൂട്ടത്തിൽ തന്നെ പറയുന്നു. എന്നാൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഒരു സ്ഥിരീകരണവും ഈ ഘട്ടം വരെയും വന്നിട്ടില്ല. ഫൈസലിനെയും അലംഗീറിനെയും അറസ്റ്റ് ചെയ്യാനും കൈമാറാനുമായി ഇന്ത്യൻ അധികൃതരുമായി ഉദ്യോഗസ്ഥരുമായി അനൌദ്യോഗികമായും ആശയവിനിമയം നടത്തുന്നുവെന്നാണ് നസ്രുൽ ഇസ്ലാം പറയുന്നത്. ഷെയ്ഖ് ഹസീന സർക്കാരിനെ താഴെയിറക്കാൻ കാരണമായിട്ടുള്ള 2024 ആ പ്രക്ഷോഭത്തിൻ്റെ പ്രധാനിയായിരുന്നു ഷെരീഫ് ഉസ്മാൻ ഹാദി. കടുത്ത ഇന്ത്യ വിമർശകൻ കൂടിയായിരുന്നു ഇയാൾ. അതുകൊണ്ട് തന്നെയാണ് ഇയാളുടെ കൊലപാതകങ്ങൾ ഇന്ത്യയിലേക്ക് കടക്കുന്നു, അതിലൂടെ ഇന്ത്യക്ക് ഇതിൽ പങ്കുണ്ട് എന്ന് ആരോപിക്കാനടക്കം ഇത് ഉപകരിക്കുമെന്നാണ് നിലവിൽ പലരും വ്യാഖ്യാനിക്കുന്നത്. എന്തായിരുന്നാലും കടുത്ത വിമർശനങ്ങൾ അവാമി ലീഗിനും ഇന്ത്യക്ക് നേരെ ഉയർത്തിയ ഇയാളെ കൊലപ്പെടുത്തിയവർ ഇന്ത്യയിലേക്ക് കടന്നുവെന്നുള്ള ആരോപണം തന്നെയാണ് നിഴലിക്കുന്നത്. ഡിസംബർ 12-ാം തീയതിയാണ് ഉസ്മാൻ ഹാദിയയ്ക്ക് തലയിൽ വെടിയേക്കുന്നത്. മുഖം മറച്ച അജ്ഞാതരായിരുന്നു ഇയാൾക്ക് നേർക്ക് വെടിയുതിർത്തത്. ഗുരുതരമായി പരിക്കേറ്റ ഹാദിയെ സിംഗപ്പൂരിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്ക് കൊണ്ടുപോയെങ്കിലും 6 ദിവസത്തിന് ശേഷം മരണപ്പെട്ടു. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.